സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ, അതായത് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ഒരു അമ്മയ്ക്ക് പിന്നെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുകയും തെറപ്പി കൊടുക്കുകയും ഒക്കെ ചെയ്ത്, അപ്പം അവർക്കിത് ലോകത്തിനോട് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഈവൻ ഞാൻ പോലും കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണോ, ആ ഒരു തോട്ടുണ്ട്. നമ്മുടെ റീമ കല്ലിങ്കൽ പറഞ്ഞല്ലോ, വിവാഹശേഷം എനിക്കൊരുപാട് മാറ്റങ്ങളുണ്ടായി, എൻ്റെ പാർട്ട്ണർക്ക് ഒരു മാറ്റവും ഇല്ല, എൻ്റെ പേരിൽ തൊട്ട് മാറ്റങ്ങളാണ്. അപ്പോൾ ഇത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ആ റിലേഷൻ നല്ലതല്ലെന്നറിയാം, ബട്ട് സ്റ്റിൽ അവൾക്ക് അവൻ വേണം. ഇപ്പം ലക്ഷ്മി നക്ഷത്ര അടുത്തിടെ ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആള് പറഞ്ഞതൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് പീരീഡ്സ് വന്ന് എൻ്റെ മുന്നിലെങ്ങാനും വന്ന് കൊല്ലാനുള്ള ദേഷ്യം വരും. ശരിക്കും പീരീഡ്സ് സമയത്ത് മൂഡ് സ്വിങ്സ് എങ്ങനെ ആയിരിക്കും? ചിലർക്ക് ഡിപ്രസീവ് മൂഡ്സ്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ആങ്കറാണ്. കുഞ്ഞുങ്ങൾ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് ഡിപ്രഷനാണെന്ന് പറയുമ്പോൾ വേണ്ട, അതും ആരോടും പറയരുതെന്ന് പറഞ്ഞു വെച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട കേസുകളുണ്ട്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന, ഡിവോഴ്സസ് വരുന്ന ഏറ്റവും കൂടുതൽ ഈ ഒരു ജനറേഷനിലാണ്. ഓവർ ഡിപ്പെൻഡൻസി കൂടി വരുന്നു. ഇതൊന്നും കുട്ടികൾ കാണണ്ട, അല്ലെങ്കിൽ ഇത് കുട്ടികൾ അറിയേണ്ട കാര്യമില്ലെന്ന് ഓൾറെഡി പറയും. പിന്നെ അമ്മ പറഞ്ഞത്, ഞാൻ മണിച്ചിത്രത്താഴ് മൂവി കണ്ടായിരുന്നു, അതല്ലാതെ എനിക്ക് വേറൊരു പ്രശ്നമില്ല. സെക്സിൻ്റെ കോളം കണ്ടിട്ട് സെക്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പം അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന റെസ്പോൺസാണ്. 9ാമത്തെയും 10ാമത്തെയും ചാപ്റ്റേഴ്സ് ടീച്ചർ പഠിപ്പിക്കില്ല. അവർ പറയും നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരാണ്. ജനിക്കുമ്പോൾ തൊട്ട് മനുഷ്യന് സെക്ഷൽ നീഡ്സ് ഉണ്ട്. ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. നമ്മുടെ ജീവിതത്തിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ നാട്ടിൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് നന്നാക്കാൻ വേണ്ടി ജിമ്മിൽ പോവും, ഡയറ്റ് എടുക്കും, ഫിറ്റ്നസ് ചെയ്യും, എല്ലാം നോക്കും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളോട് പങ്കുവയ്ക്കാൻ വേണ്ടി എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആത്മ മൈ മൈൻഡ് ആൻഡ് മൈ കെയറിലെ ഡോക്ടർ സിജിയ ബിനു ആണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, ഇന്ന് നമ്മൾ പലരും അറിയാത്തൊരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത്. എനിക്കൊന്ന് ഈ അടുത്താണ് ഈ വേർഡ് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിത്തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്? കാരണം പഴയ ജനറേഷനിലെ ആൾക്കാരോട്, ഇപ്പം എൻ്റെയൊക്കെ ഗ്രാൻഡ് മദറിനോടൊക്കെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ അവർ മെൻ്റൽ ഹെൽത്തോ, ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ന്യൂ ജനറേഷനാണ്, പുതിയ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, ഇതൊന്നും ഇല്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്? പണ്ട് കാലത്തെ ആൾക്കാരാണോ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനുള്ള ആൾക്കാരാണോ മെൻ്റലി കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളത്? ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ബട്ട് മെൻ്റൽ ഇഷ്യൂസ് പണ്ട് 100 പേരിൽ ഒരാൾക്കാണെങ്കിൽ ഇന്ന് 4 പേരിൽ ഒരാൾക്കാണ് മെൻ്റൽ ഇഷ്യൂസ് ഉള്ളത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. അതായത് ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞിന് തൊട്ട് ഇപ്പം വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്ക് വരെയും സ്ട്രെസ്സുണ്ട്. ആ സ്ട്രെസ്സ് നമുക്ക് പലതരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇതിന് റെലവൻസ് കൂടി വരുന്നത്. പണ്ട് അത്തരത്തിൽ ഇപ്പം 100 ഒരാൾക്ക് വരുമ്പം അന്ന് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ പിന്നെ ആ മനുഷ്യനെ സമൂഹത്തിന് കൊള്ളില്ല, അല്ലെങ്കിൽ അവൻ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടവനാണെന്നുള്ള ചിന്തയിൽ തന്നെയല്ല അന്നത്തെ ട്രീറ്റ്മെൻറ്റും ഇതിന് വേണ്ടുന്ന തെറപ്യൂട്ടിക്കൽ അപ്രോച്ചും ഒക്കെ വളരെ കുറവായിരുന്നു. ആ മേഖലയിൽ റിസർച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. പക്ഷേ ഇന്ന് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ അതിനെ റിസോൾവ് ചെയ്ത് ഡേ ബൈ ഡേ ലൈഫിൽ വളരെ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയിൽ സ്ട്രെസ്സും ഉണ്ട്, എന്നാൽ അതിന് വേണ്ടുന്ന ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ അവയർനെസ് കൂടുതൽ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, എന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ ജനറേഷന് ഇത് കുറച്ചുകൂടി കൂടുതൽ വരാനുള്ളൊരു റീസൺ? ഞാൻ പറഞ്ഞത് തന്നെ, നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന, പണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും സ്ട്രെസ് ഫാക്ടേഴ്സ് ഇല്ല. ഒരാൾക്ക് EMI കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, പഠനം, ജോലി, ഇമോഷണൽ ലൈഫ്, ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. പണ്ടെന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്നു, ഭക്ഷണം മതി, ഉറക്കം വരുമ്പോൾ ഉറങ്ങണം. ഇന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ആകുന്നതിനനുസരിച്ച് നമുക്ക് പല 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 ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഇപ്പോൾ ഇല്ലേ? പണ്ട് നമ്മൾ എത്ര പേർക്കുണ്ടായിരുന്നു ഡയബറ്റിക്? പണ്ട് എത്ര ക്യാൻസർ പേഷ്യൻസ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു? സെയിം ലൈക്ക് ദാറ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് വന്ന ആ ഒരു ഡിഫറൻസിൽ നിന്നും അവിടെ നിന്നുള്ള സ്ട്രെസ് ഫാക്ടേഴ്സും തന്നെയാണ് ഇതിൻ്റെ റീസൺ. പണ്ട് കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 25 ആകുമ്പോൾ കല്യാണം കഴിക്കണം, 27-ൻ്റെ ഉള്ളിൽ കുട്ടികളുണ്ടാവണം.
ആ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളാണെങ്കിൽ ഇവൻ ഞാൻ പോലും കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണോ ആ ഒരു തോട്ട് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു ഗേൾ എന്ന നിലയ്ക്ക് എനിക്ക് ജോലി ചെയ്ത് എനിക്കൊരു ഏർണിങ്സ് ഉണ്ടായി എൻ്റെ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം കല്യാണം മതി, അല്ലെങ്കിൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് ഇനി അതിൽ നിന്ന് ഒളിച്ചോടുന്നതാണോ എന്താണെന്നറിയില്ല. ഇന്ന് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളില്ല കല്യാണം കഴിക്കാൻ. നമ്മൾ ഇപ്പൊ ന്യൂസിൽ വരെ കേട്ടു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു? അത് പെൺകുട്ടികൾ ഇന്ന് വിവാഹത്തിനോട് താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ പല സർവീസിലൂടെ ഒക്കെ തെളിഞ്ഞ കാര്യമാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിനെ ആസ്വദിക്കാൻ പലപ്പോഴും വിലങ്ങുതടിയാകും എന്നുള്ളൊരു തോന്നലാണ്. കാരണം ഇന്നത്തെ നിങ്ങളുടെ ജനറേഷൻ കണ്ടിട്ടുള്ളത് മുഴുവനും സ്ത്രീകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നു, എന്നാൽ എൻജോയ് ചെയ്യുന്നില്ല. ഒരു ചായ ചൂടോടെ കുടിക്കാൻ പറ്റാത്ത അമ്മമാർ, സ്വന്തം സാലറി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത ഉദ്യോഗസ്ഥകൾ, അപ്പോൾ അവരെയൊക്കെ നമ്മുടെ റീമ കല്ലിങ്കൽ പറഞ്ഞല്ലോ, വിവാഹശേഷം എനിക്കൊരുപാട് മാറ്റങ്ങളുണ്ടായി, എൻ്റെ പാർട്ട്ണർക്ക് ഒരു മാറ്റവും ഇല്ല, എൻ്റെ പേരിൽ തൊട്ട് മാറ്റങ്ങളാണ്. അപ്പോൾ ഇത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്നുള്ള ആ ഒരു ചിലരുടെ പ്രജുഡിസും അല്ലെങ്കിൽ അവർ കണ്ടു വളർന്ന കാര്യവും കൊണ്ടാണ് ഇന്ന് താല്പര്യമില്ലാത്ത അവസ്ഥ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫാക്ടറിൽ, അതായത് ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം, അങ്ങനെ ചിന്തിക്കുന്നത് ഡോക്ടർ തെറ്റല്ലല്ലോ? ഡോക്ടറുടെ ഒരിക്കലും ഒരു തെറ്റല്ല. കാരണം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും നമുക്ക് ജീവിക്കണമെങ്കിൽ ഏണിങ്സ് കൂടിയേ തീരും. അപ്പോൾ ആ ഏണിങ്സിന് വേണ്ടി അവർ കുറച്ച് ലേറ്റ് ആക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ വേണ്ട, എനിക്ക് അത് വിവാഹം കഴിച്ചാൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആയി പോകും, അല്ലെ എൻ്റെ ആസ്വാദനത്തിന് അത് തടയിടും എന്നുള്ള ചിന്താഗതി സമൂഹം തന്നെ മാറ്റണം എന്നുള്ളതാണ്. അത് മാറണമെങ്കിൽ സ്ത്രീക്ക് കുറച്ചും കൂടെ കെയറും ഇമോഷണൽ കെയറും ഫാമിലിക്കകത്തു നിന്ന് കിട്ടേണ്ടിയ, സമൂഹത്തിൽ നിന്നും കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞല്ലോ, പെൺകുട്ടികൾക്ക് കല്യാണം താല്പര്യം കുറവാണ്. അതേപോലെ തന്നെയാണ് ഇന്നത്തെ തലമുറയിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സസ് നമ്മൾ കാണുന്നത്. ഇപ്പം ദാമ്പത്യ ജീവിതം മാത്രമല്ല, ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ജസ്റ്റ് ഇപ്പൊ അവര് റിലേഷനിലായിരിക്കും, പക്ഷെ അടുത്ത ആഴ്ച നോക്കുമ്പോൾ ബ്രേക്കപ്പ് ആയി അടുത്ത റിലേഷൻ. അതായത് റിലേഷൻഷിപ്പ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കുമിള പോലെയാണ് സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്തെ റിലേഷൻ. അത് എന്തുകൊണ്ടായിരിക്കും? ലൈക്ക് ഇപ്പൊ ബന്ധനങ്ങളാകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പൊസസീവ്നെസ്, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതിനകത്ത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ തലമുറയെ നോക്കുകയാണെങ്കിൽ ബുദ്ധിയില്ലാത്തവരൊക്കെ വളരെ കുറവാണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഇമോഷണൽ പാർട്ട്, നമുക്ക് ഇമോഷണൽ വെൽബീയിങ്ങിലേക്ക് വരുമ്പോൾ പലർക്കും ഇമോഷണൽ ഹെൽത്ത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ വൈകാരിക ബുദ്ധി കുറവാണ്. അപ്പം ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ എൻ്റെ പാർട്ട്ണർ എന്നെ എപ്പോഴും സന്തോഷമാക്കി വെക്കണം. ഇമോഷണൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഓവർ ഡിപ്പെൻഡൻസി കൂടി വരുന്നു. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ പാർട്ട്ണർ ആയിരിക്കണം എന്നെ സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ അടുത്തിടെ നമുക്ക് വന്നൊരു കേസ്, MBBS കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡോക്ടറാണ്, ഒരു 25 ഇയർ ഓൾഡ് ലേഡി. അപ്പം ആൾക്ക് പല റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു 3 പ്രാവശ്യം പ്രഗ്നൻ്റായി അബോട്ടായി. 4ാമത്തെ പ്രഗ്നൻസി വേണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് നമ്മളുടെ അടുത്തേക്ക് ഈ ഒരു സെഷൻ എടുത്ത് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ആൾ പറഞ്ഞൊരു ഡയലോഗ് വളരെ പച്ച പിടിച്ച് എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ്. അവൻ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ശരീരത്തിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അവനെ വിട്ടുപോരാനായിട്ട്, ഈ സത്യം എനിക്കറിയാമെങ്കിലും വിട്ടുപോരാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടിക്ക് ഇമോഷണൽ വെൽനെസ് ഇല്ല. ആളൊരു ഡോക്ടറാണെങ്കിൽ പോലും ഇമോഷണൽ വെൽനെസ് ഇല്ല. അതുപോലെ തന്നെ ഇമോഷണലി ഓവർ ഡിപ്പെൻഡൻ്റ് ആണ്. എപ്പോഴും എനിക്ക് തലചായ്ക്കാൻ ഒരാൾ വേണം എന്ന്. അപ്പോൾ അതിലൂടെ എൻ്റെ ഇമോഷണൽ വെൽബീയിങ് ആക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ റിലേഷൻഷിപ്പുകളിൽ ഏറ്റവും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം ഗുഡാവാൻ, അത് വൈകാരിക തലത്തിൽ ഗുഡാവാൻ അറിയില്ല. ചിലൊരു ട്രോമ ബോണ്ട് ഉണ്ടാവും. അതായത് ഈ വ്യക്തി ആക്ച്വലി എനിക്ക് നല്ലതല്ല ചെയ്യുന്നത്, എന്നെ ഹേർട്ട് ചെയ്യുന്നതാണെന്ന് ഓൾറെഡി അവർക്ക് അറിയാമെങ്കിൽ പോലും ഈ വ്യക്തി എന്റെ ലൈഫിൽ നിന്ന് പോകരുത്. പക്ഷെ അത് ട്രോമ ബോണ്ടിങ് ആണ്. അത് ആ കുട്ടിക്ക് അറിയാം. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കേസാണ്. അപ്പം പുള്ളിക്കാരിക്ക് അറിയാം ആ വ്യക്തി പുള്ളിക്കാരിനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ റിലേഷൻ നല്ലതല്ലെന്നറിയാം. ബട്ട് സ്റ്റിൽ അവൾക്ക് അവൻ വേണം എന്ന് തോന്നുന്ന ഈ ട്രോമ ബോണ്ടിങ്ങിന്റെ കാരണം എന്താ? നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ആൾക്ക് സ്വന്തമായിട്ട് ഇമോഷണലി വെല്ലായിട്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് മറ്റേ ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അല്പമെങ്കിലും ആശ്വാസം, അത്രയേ ഉള്ളൂ.
ഏതെങ്കിലും ഒരു സമയത്ത് അത് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും. അപ്പോൾ അവർ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തും. അങ്ങനെ ജീവിതം മുഴുവനും ഒരു കൈൻഡ് ഓഫ് അഡിക്ഷനായി മാറി ഒരിക്കലും നമുക്ക് സ്വന്തമായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞല്ലോ സ്വന്തമായിട്ട് ഇപ്പം നമ്മൾ തന്നെ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇപ്പം നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഹാപ്പിനെസ് നമ്മളിൽ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ മുൻകരുതൽ നമുക്ക് എടുക്കാൻ പറ്റും? മുൻകരുതലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമോഷണലി വെല്ലാവണമെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ട്രോമാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ കളയണം. പലർക്കും അതായത് നമുക്ക് വൂംബ് ടിൽ 6 years ആണ് ഒരു മനുഷ്യൻ്റെ റാഡിക്കൽ ഗ്രോത്ത് നടക്കുന്ന സമയം. അപ്പോൾ ആ സമയത്തെന്ന് പറയുന്നത് നമ്മളൊരു ക്ലീൻ സ്ലേറ്റ് പോലാണ്. അവിടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അബ്സോർബ് ചെയ്യുകയാണ്. ആ അബ്സോർബ് ചെയ്യുന്നതിൽ കൂടുതൽ നെഗറ്റീവാണ്. ആ സമയത്ത് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ട്രോമാസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ പേരൻസ് ഒട്ടും ഇമോഷണൽ കെയർ കൊടുക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അല്ല അർഹിക്കുന്ന രീതിയിലുള്ള കെയർ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ട്രോമയാകും. അപ്പോൾ അത്തരത്തിൽ ട്രോമ ഉള്ളവർ വളർന്നു വരുമ്പോൾ പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് ഏജിലായാലും ഇപ്പം നിങ്ങൾ ഏത് ഏജിലാണെങ്കിലും നിങ്ങളുടെ ട്രോമ എടുത്ത് കളയേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ രീതിയിലും ബോഡിയും മൈൻഡും കണക്റ്റഡ് ആണ്. നമ്മൾ ഫിറ്റായിരിക്കുക, എക്സസൈസസ് ചെയ്യുക, കറക്റ്റ് ഡയറ്റ് എടുക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഓക്കെ ആക്കി കൊണ്ടുവരിക. പിന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കണ്ടാൽ ഉടനെ അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസ്, അത് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. നമ്മളിപ്പോൾ ബന്ധങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന, ഡിവോഴ്സസ് വരുന്ന ഏറ്റവും കൂടുതൽ ഈ ഒരു ജനറേഷനിലാണ്. അപ്പോൾ കേട്ട് വരുന്ന മറ്റൊരു വേർഡാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ പണ്ടുള്ള ജനറേഷനിലോട് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ഒരുപാട് വർഷം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചു, 60-70 വർഷങ്ങൾ ഞങ്ങൾ ജീവിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ആരും കൗൺസിലിംഗ് തന്നിട്ടില്ല, നിങ്ങൾക്ക് എന്തിനാണ് ഇത്? അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോട് അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്ത ആൾക്കാരോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്? പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് അവരെ വിവാഹത്തിന് വേണ്ടി ആ ജീവിതത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് അവയർനെസ് ഉണ്ട്, അവർക്ക് അതിൽ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എടുക്കാം. അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് പോലെ കാര്യങ്ങൾ ചെയ്തിപ്പം 1-2 ദിവസം കൊണ്ട് തീരുന്നതല്ല. നമ്മളുടെ ഒരു ചിന്തയാണ് വിവാഹത്തോട് അടുക്കുമ്പം നമ്മൾ പോയി 1-2 ദിവസം ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് എന്നുള്ളതാണ്. ഒരിക്കലും അത് മാത്രമല്ല, നമുക്ക് ഒരു പ്രായപൂർത്തിയാകുന്ന സമയം തൊട്ടേ നമുക്ക് പിന്നെ പല രീതിയിലുള്ള അവയർനെസ്സും അതിന് വേണ്ടുന്ന പ്രാക്ടിക്കൽ സ്റ്റെപ്സും പഠിച്ചു വെക്കുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിലാണെങ്കിൽ അവർ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്യൂബർട്ടിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, അത് കഴിയുമ്പോൾ റിലേഷൻഷിപ്പുകളെ കുറിച്ച് പഠിപ്പിക്കുന്നു, സെക്ഷൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള എഡ്യൂക്കേഷൻ അത് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ പാർട്ട്ണറെ എങ്ങനെ ഇമോഷണലി മനസ്സിലാക്കണം, അതുപോലെ തന്നെ ഒരു ഫാമിലി ബഡ്ജറ്റ് എങ്ങനെ ചെയ്യാം. ഇന്നത്തെ ഒരു യുവതലമുറയുടെ ഒരു ചിന്തയാണ് സിറ്റുവേഷൻസിനെ മാറ്റണം, അല്ലെ ഈ ആളെ മാറ്റണം, ഈ ആളാണ് പ്രശ്നം, ബ്ലെയിമിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ഡിവോഴ്സിലേക്ക്, സെപ്പറേഷനിലേക്ക് പോകുന്നത്. അതല്ല, തെറ്റുകൾ വരും, അത് ഏത് പോയിന്റിലാണ് നമ്മൾ റിസോൾവ് ചെയ്യേണ്ടതെന്ന് അറിയുകയും ആ പോയിന്റിൽ കോൺഫിഡൻഷ്യലായിട്ടുള്ള സ്ഥലത്ത് പോകണം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും പേരൻസിനെയും ഒക്കെ ഇൻവോൾവ് ചെയ്യിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ പാർഷ്യലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്നാൽ എൻ്റെ കൂടെ നിൽക്കും, ഇപ്പോൾ അടുത്ത പാർട്ട്ണറുടെ പേരൻസ് വന്നാൽ അവരുടെ കൂടെ നിൽക്കും. അപ്പോൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ വരുന്നവർക്കറിയാം ഏത് പോയിന്റിലാണ് നമ്മൾ പ്രൊഫഷണൽസിനെ ഇൻവോൾവ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ ആ സമയമാകുമ്പോൾ അവർക്ക് കോൺഫിഡൻഷ്യലായിട്ട് ഒരു മെൻറ്ററെ പോലെ ഇവരുടെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ചെയ്തു കൊടുത്ത കൗൺസിലറെയോ തെറപ്പിസ്റ്റിനെയോ അപ്രോച്ച് ചെയ്യുകയും ചിലപ്പോൾ അവരുടെ ഒരു ചെറിയ ഗൈഡൻസ് മതിയായിരിക്കും, അല്ലെങ്കിൽ അന്ന് കിട്ടിയ അവയർനെസ് മതിയായിരിക്കും, അല്ലെങ്കിൽ അന്ന് കിട്ടിയ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് മതിയായിരിക്കും അവരുടെ ഈ പിന്നെ പ്രശ്നത്തെ റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ. ഇതാണ് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഒരു റെലവൻസ്. ഇന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ബയോളജി ബുക്കിലെ ഞാൻ ഉൾപ്പെടെ 9ാമത്തെയും 10ാമത്തെയും ചാപ്റ്റേഴ്സ് ടീച്ചർ പഠിപ്പിക്കില്ല. അവർ പറയും നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് സെക്സ് എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. പക്ഷെ പലരും അത് സ്കൂളുകളിൽ പോലും നമ്മൾക്കത് അനുവദിക്കുന്നില്ല, സ്കൂളുകളിലില്ല, വീടുകളിലില്ല. അപ്പം അവരെന്താ പറയുക, ഇതൊന്നും കുട്ടികൾ കാണണ്ട, അല്ലെങ്കിൽ ഇത് കുട്ടികൾ അറിയേണ്ട കാര്യമില്ലെന്ന് ഓൾറെഡി പറയും. കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ
ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇന്ന് ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്, നമ്മളിത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അപ്പുറത്തൊരു സ്ഥലത്ത് ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഗുഡ് ആൻഡ് ബാഡ് എല്ലാം ഉണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യണം? ആ ഒരു പ്രായം എപ്പോഴും പ്ലഷർ സീക്കിങ്ങിൻ്റെ പുറകിലാണ്. അഡോളസെൻ്റ് കാലഘട്ടം എന്ന് പറയുന്നത് പ്ലഷർ സീക്കിങ്. അപ്പോൾ അവർക്ക് കൂടുതൽ പ്ലഷറബിൾ ആയിട്ട് എന്ത് തോന്നുന്നോ അത് ചിലപ്പം ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് വെസ്റ്റേണേഴ്സ് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്, റെലവൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്ന ഒരാൾ ഒത്തിരി എന്താ പറയുക അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല. അപ്പോൾ അത് വളരെ റെലവൻ്റ് ആണ്. സയൻറ്റിഫിക് ആയിട്ട് സെക്സ് എഡ്യൂക്കേഷൻ വീട്ടിലും സ്കൂളിലും ഒക്കെ കൊടുക്കേണ്ടത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അറ്റ്ലീസ്റ്റ് ആ ചാപ്റ്റേഴ്സ് എങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ആ ചാപ്റ്റേഴ്സ് പോരാ. 9ലും 10ലും അല്ല ഇത് പഠിച്ചു തുടങ്ങേണ്ടത്. ഇപ്പോഴത്തെ കുട്ടികൾ 8 വയസ്സിലും 10 വയസ്സിലും ഒക്കെ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നവരാണ്. അപ്പോൾ ആ പ്രായത്തിന് മുമ്പ് തന്നെ, അതായത് ജനിക്കുമ്പോൾ തൊട്ട് മനുഷ്യന് സെക്ഷൽ നീഡ്സ് ഉണ്ട്. ഇപ്പം കുഞ്ഞുങ്ങൾ തമ്പസൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ, സെക്ഷൽ നീഡ്സ് ഉണ്ട്. അപ്പം അത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ പഠനങ്ങൾ നടക്കണം. സ്കൂളിലെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് സെക്സിൻ്റെ കോളം കണ്ടിട്ട് സെക്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പം അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന റെസ്പോൺസാണ് ഇപ്പോഴും നമ്മളുടെ വീടുകളിലും സ്കൂളുകളിലും നടക്കുന്നത്. ഡോക്ടർക്ക് ഇപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസസ് ഉണ്ട്, കുറേ ഡിഫറെൻറ്റ് ആൾക്കാരെ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, പല സ്റ്റോറീസ്. ഇപ്പം നമ്മളൊക്കെ അറിയുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഡോക്ടർ ഡെയിലി കാണുന്ന കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡോക്ടർക്ക് അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ സ്ട്രൈക്ക് ചെയ്ത ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി എന്തെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓരോ കേസസും ഡിഫറെൻറ്റ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരുപാട് കഥകൾ എഴുതാനുള്ള അതേപോലത്തെ ഉള്ള കേസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് സ്ട്രൈക്കിംഗ് എന്ന് എടുത്ത് ചോദിക്കുമ്പം എൻ്റെ മനസ്സിൽ കൂടെ വരുന്നത് പലപ്പോഴും ഈ ഒരു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. അത് അവർക്ക് ഒട്ടും തുറന്നു പറയാൻ പറ്റാത്ത, അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ, അതായത് ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ഒരു അമ്മയ്ക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുകയും തെറപ്പി കൊടുക്കുകയും ഒക്കെ ചെയ്ത്, അപ്പം അവർക്കിത് ലോകത്തിനോട് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ലോകം അറിഞ്ഞാൽ അവരെങ്ങനെ വിധി എഴുതും എന്നുള്ള ഒരു കാര്യം. എന്നാൽ നമ്മുടെ മുമ്പിലിരുന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വീണ്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ 14-15 സെഷൻസ് വരെയും ആ സ്ത്രീ കണ്ണുനീര് തന്നെയാണ്, ക്രൈയിങ്, അതുപോലെ ക്രൈയിങ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മളെ പലപ്പോഴും വളരെയധികം നൊമ്പരപ്പെടുത്തുകയും എന്താ പറയുന്നത്, അവരെ അത് നമ്മുടെ ഇങ്ങനെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയും ചെയ്യുന്ന കേസുകളുണ്ട്. പല കേസുകളുണ്ട്. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മെന്റൽ ഹെൽത്ത്, ഡിപ്രഷൻ, അതൊക്കെ പോലെ ഇപ്പോഴും ആൾക്കാർ കേട്ട് പുതുമയുള്ളൊരു വേർഡാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാർ പറയും ഞാൻ 5-6 പ്രസവിച്ച് ഞങ്ങൾ പുല്ല് പോലെ എണീറ്റ് നടന്ന് വീട്ടിലെ പണിയൊക്കെ ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് ഇത് ഇപ്പം എന്താ പറയുക, നമ്മുടെ അശ്വതി ആങ്കറും ആക്ട്രസൊക്കെയാണ്, പുള്ളിക്കാരിപ്പം പൃഥ്വിരാജിന്റെ വൈഫാണ് സുപ്രിയ, അവരൊക്കെ ഇതിനെക്കുറിച്ച് ഓപ്പൺ അപ്പ് ചെയ്ത് അവരനുഭവിച്ചതൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. പക്ഷെ അത് ഏറ്റെടുത്ത സമൂഹം വളരെ വേറൊരു രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് അവർക്ക് ഫുൾ പൊങ്കാലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ വീഡിയോസിൻ്റെ ഒക്കെ താഴെ. അവർ ശരിക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണ്, അത് വരുന്ന സമയത്ത് ആ ഒരു ലേഡിക്ക് എന്തൊക്കെ മാനസിക സമ്മർദ്ദങ്ങളായിരിക്കും വരുന്നത്? 90% ന്യൂ മദേഴ്സിന് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ബ്ലൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്ന ചെറിയ സങ്കടം, ഒരു ഒറ്റപ്പെട്ട പോലുള്ള ഫീലിങ്, അല്ലെങ്കിൽ പുതിയ അമ്മയായ അവസ്ഥയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു, കുഞ്ഞിനെ ഉണർന്നിരുന്ന് നോക്കണം, അതിനോട് അഡ്ജസ്റ്റ് ആകാൻ പറ്റാത്തൊരു സിറ്റുവേഷനെയാണ് ബ്ലൂസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് വേണ്ടുന്ന ഒരു പ്രോപ്പർ കെയർ കിട്ടുമ്പോൾ അത് മാറിപ്പോവും. നമ്മുടെ പാർട്ട്ണറിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒക്കെ അത് കിട്ടുമ്പോൾ മാറിപ്പോവും. പക്ഷെ അത് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയിൽ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായിട്ട് മാറുന്നു. പിന്നെയും അത് ശ്രദ്ധിക്കാതിരുന്നാൽ അത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ഡിപ്രഷൻ ആവുന്നൊരവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സ്വയം നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തില്ല. വെറുതെ ഒരു കാരണവും ഇല്ലെങ്കിലും കരയും, കുഞ്ഞുങ്ങളോട് അകാരണമായിട്ടുള്ള ദേഷ്യമുണ്ടാവും. ഈ കുഞ്ഞ് വന്നതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്, ഇതുവരെ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. നമുക്കിപ്പം വന്നൊരു കേസ്, നമ്മുടെ സീനിയർ കൗൺസിലറാണ് ആ കോള് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ അവർ വീട്ടിൽ നിന്ന് സഹോദരി വിളിച്ചിട്ട് പറയാം, ചേച്ചി കുഞ്ഞുമായിട്ട് വീട്ടിൽ വന്നതിന് ശേഷം റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നു, കുഞ്ഞിനെ കൊല്ലുമെന്ന് പറയുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല.
ഈ സഹോദരിയാണ് വിളിച്ചത്. അപ്പോൾ ഉടനെ നമ്മളുടെ കൗൺസിലർ നമ്മുടെ സൈക്കാട്രിസ്റ്റിനെ കണക്ട് ചെയ്ത് കൊടുത്തു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് നമ്മളുടെ തെറപ്പിയിലൊക്കെ മുന്നോട്ട് പോയി. അപ്പം സൈക്കാട്രിസ്റ്റ് പ്രത്യേകം വിളിച്ച് നമ്മളുടെ കൗൺസിലറെ അപ്രീഷിയേറ്റ് ചെയ്തു. ആ മൊമെൻറ്റിൽ തന്നെ സൈക്കാട്രിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചുകൊണ്ട് ആ അമ്മയും കുഞ്ഞും ജീവനോടെ സമാധാനത്തോടുകൂടെ ഇന്ന് മുന്നോട്ട് പോകുന്നു. ഈ ഒരു അറിവ് നമ്മളുടെ ഫാമിലിയിലും പാർട്ട്ണർക്കും സൊസൈറ്റിയിലും ഒക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള ഒരു കണ്ടീഷനെ നമുക്ക് എടുത്തു കളയാനായിട്ട് സാധിക്കൂ. പക്ഷേ നമ്മുടെ സെലിബ്രിറ്റീസ് അടക്കമുള്ളവർ, അത്രയും പോസിബിലിറ്റീസ് ഉള്ളവർ പോലും, ഇപ്പോൾ സുപ്രിയ മേനോനായാലും ധന്യവർമ്മയായാലും ഒക്കെ പറയുന്നത് അവരൊരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെയാണ് കടന്നുപോയതെന്ന് വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആളുകൾക്കൊരു ഇപ്പോഴും ഒരു പേടിയാണ്, ലൈക്ക് ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും. അതായത് എല്ലാരും കമ്പയർ ചെയ്യുന്നു. നമ്മുടെ പപ്പു ചേട്ടൻ ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആ ഒരു സാധനം എന്നെ കണ്ടോ തോന്നുന്നു, നടക്കുമ്പോ വെള്ളം വെള്ളം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മൈൻഡിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഈവൻ എല്ലാ ജനറേഷനിലുള്ള ആളുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റേണ്ട ഒരു ടൈം. ഇപ്പൊ പല കുട്ടികളും പേരൻസ് വില്ലിങ് ആയാലും ചില അഡോളസെന്റ് കുട്ടികൾ വില്ലിങ് ആകത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, എന്നെ സമൂഹം എനിക്ക് പിന്നെ ഭ്രാന്താണ്, വട്ടാണ്, അല്ലെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, നാളെ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പിടിച്ച് വില്ലിങ് ആകാതെ നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് അവർക്കൊക്കെ ഒരു അവയർനെസ്സിൻ്റെ കുറവാണത്. പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലാണ് നാളെ വലിയ അസുഖങ്ങളായിട്ട് പോകുന്നത്. ഇപ്പം നമുക്കൊരു ചെറിയ ആൻസൈറ്റി വരുമ്പോൾ, ഒരു ഡിപ്രഷൻ വരുമ്പം, ഒരു ഡിപ്രസീവ് മൂഡ് വരുമ്പോൾ ഒക്കെ ഒരു വേണ്ട രീതിയിലൊരു കെയർ എടുത്താൽ നമുക്കത് വലിയ അസുഖങ്ങളായിട്ട് മാറില്ല. ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുതിയ തന്നെ ഒരു ചാപ്റ്ററാണ് പ്രഗ്നന്റ് ആവുക. പിന്നെ ഒരു റെസ്പോൺസിബിലിറ്റീസ് വരും, കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരാള്, എനിക്ക് തോന്നുന്നു മൂഡ് സ്വിങ്സും ആ ഒരു സമയത്ത് സ്ത്രീകൾക്ക് വരും. അപ്പൊ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കണം, അവരുടെ ഒരു മെന്റൽ വെൽബീയിങ്ങും എല്ലാം കൂടി നമ്മൾ എങ്ങനെ അവരെ കെയർ ചെയ്യേണ്ടി വരും? എക്സാക്ട്ലി ഞാൻ പറഞ്ഞ നമ്മുടെ പ്രഗ്നോ കെയറിനകത്ത് അത് തന്നെയാണ് വരുന്നത്. കാരണം ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് മൂഡ് സ്വിങ്സ്, പ്രത്യേകിച്ച് PMS പോലുള്ള അവസ്ഥയുള്ളവർക്കാണെങ്കിൽ ആ മൂഡ് സ്വിങ്സ് കൂടി വരും. അതായത് പീരീഡ്സിന് മുമ്പ് എല്ലാ സ്ത്രീകൾക്കും മൂഡ് സ്വിങ്സ് ഉണ്ട്. ചിലർക്ക് അത് താങ്ങാൻ വയ്യാത്ത മൂഡ് സ്വിങ്സ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് പ്രഗ്നൻസിയിൽ നിശ്ചയമായിട്ടും ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റിയോ ഡിപ്രസീവ് മൂഡ്സോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് ക്രൈം സ്പെൽസ് അങ്ങനത്തുള്ള പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കണം. അപ്പോൾ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കില്ല. അപ്പോൾ അതേസമയം നമ്മൾ കൂടെ നിന്ന് അവരെ അനാലിസിസ് ചെയ്തിട്ട് ഒരു ഡയറ്റീഷ്യൻ കൂടെ ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അത് കഴിപ്പിക്കാനായിട്ടുള്ള അതിൻ്റെ റെസിപ്പീസ് പറഞ്ഞു കൊടുക്കുകയും അത് കഴിപ്പിക്കാനായി, അല്ലെങ്കിൽ അവർക്കിപ്പം എന്താണ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അത് മനസ്സിലാക്കി കൊടുക്കും ന്യൂട്രീഷനിസ്റ്റ്, അതുപോലെ ഡയറ്റീഷ്യൻ. അതുപോലെ തന്നെ അവരെ പിന്നെ ബോഡിയെക്കുറിച്ചുള്ള കൺസേൺസ്, ഞാൻ തടി വെക്കുമോ, അല്ലെങ്കിൽ ഞാൻ തടി വെച്ച് വരുന്നു, വെയിറ്റ് കൂടി വരുന്നു, നേരത്തെ ഞാൻ 50 ആണെങ്കിൽ ഇപ്പം ഞാൻ 62 കിലോ ആയി, ഞാൻ എങ്ങനെ ഈ 12 കിലോ കുറയ്ക്കും, ഇങ്ങനത്തുള്ള ആൻസൈറ്റീസ് വരും. അപ്പോൾ അതിന് നമ്മൾ ഫിറ്റ്നസ് കോച്ച്, അതുപോലെ തന്നെ യോഗ, അതുപോലെ തന്നെ ഫിസിയോതെറപ്പീസ്, ഫിസിയോ എക്സസൈസസ് ഉണ്ട് ഇതിന് പ്രത്യേകമായിട്ട് പ്രഗ്നൻസിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കൂടെ അത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള പ്രഗ്നോ ഫിസിയോതെറപ്പിസ്റ്റുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കെയർ എല്ലാം കൊടുത്ത് ഞാൻ സ്റ്റേബിളാണ്, ഞാൻ ഓക്കെയാണ്, മദർഹുഡ് എനിക്ക് വളരെ കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇവർക്ക് കൊടുത്ത് അതിന് വേണ്ടുന്ന സപ്പോർട്ട് പാർട്ട്ണറുടെ കയ്യിൽ നിന്നും ഫാമിലിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊടുത്താൽ നമുക്ക് ഒരു 90% അല്ല, നല്ല രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ 100% ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പീരീഡ്സിന്റെ സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് പീരീഡ്സ് വന്ന് എൻ്റെ മുന്നിലെങ്ങാനും വന്ന് കൊല്ലാനുള്ള ദേഷ്യം വരും. അതായത് നമ്മുടെ അടുത്തിരിക്കുന്ന ആള് ശ്വാസം വിട്ടാൽ പോലും നീ എന്തിനാ ശ്വാസം വിടുന്നത്, ആ ഒരു രീതി. അത് എല്ലാവർക്കും ഇല്ലെങ്കിലും പലർക്കും ഉണ്ട്. ഭയങ്കര ഇറിറ്റേഷൻ ആവും. അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ പിള്ളേര് വേറെ തന്നെ നാഗവല്ലിയായി മാറുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. പലർക്കും അത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. എനിക്കില്ലല്ലോ അങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഇല്ലല്ലോ നിനക്ക് എന്ത്, അങ്ങനെയൊക്കെ തോന്നും. ശരിക്കും പീരീഡ് സമയത്ത് മൂഡ് സ്വിങ്സ് എങ്ങനെ ആയിരിക്കും, അതായത് ആ സമയത്ത് ഗേൾസ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
കാരണം ഇതെല്ലാവർക്കും ഒരുപോലെയല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണെന്നുള്ളത്. ചിലർക്ക് ഡിപ്രസീവ് മൂഡ്സ്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ആങ്കറാണ്. ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ മസ്താനി പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞേ, ആ സമയത്ത് ഞാൻ പിന്നെ പബ്ലിക്കിലൊന്നും പോയില്ല, കാരണം അടുത്തിരിക്കുന്ന ആളെ എനിക്ക് ഇടിച്ച് വീഴ്ത്താനുള്ള ദേഷ്യമാണ്. കാരണം അവർക്ക് ആങ്കറാണ് കൂടുതൽ വരുന്നത്. ഇനി ചിലരെ സംബന്ധിച്ച് ആൻഷ്യസ് ആവും, ചിലരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ പെയിൻസും ആ പെയിൻസിൽ നിന്നുണ്ടാകുന്ന മെൻ്റലി ടയേർഡ് ആകുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിനു മുമ്പേ, ഇപ്പം സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ആദ്യത്തെ നമ്മളുടെ സൈക്കിളിലെ 10 ദിവസം നമ്മൾ വിശുദ്ധരായിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം, അടുക്കും ചിട്ടയും വേണം, അങ്ങനെ ഭയങ്കര ഇതായിട്ട്. സെക്കൻഡ് 10 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡ് സ്വിങ്സിൻ്റെ ചെറിയ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ മര്യാദക്കാരായിരിക്കും. മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട്, എന്നാലും മര്യാദയ്ക്ക് എങ്ങനെങ്കിലും പോകുന്നു. അടുത്ത 10 ദിവസത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ അലവലാദികളായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ അടുക്കാൻ പറ്റത്തില്ല, നമുക്ക് ക്രേവിങ്സ് ഉണ്ടാവുന്നു, പ്രശ്നങ്ങളുണ്ടാവുന്നു. അതായത് അതാണ് PMS, പ്രീ മെനിസ്ട്രൽ സിൻഡ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആദ്യത്തെ 10 ദിവസം നമ്മൾ വിശുദ്ധരായിരിക്കുന്ന 10 ദിവസം, ഈ ലാസ്റ്റ് 10 ദിവസത്തെ നമുക്ക് ഓവർകം ചെയ്യത്തക്ക രീതിയിൽ കുറച്ചും കൂടെ ഇമോഷണലി ഫിസിക്കലി ഒക്കെ ഓക്കെ ആക്കി ആ സമയത്ത് നമ്മൾ പറയത്തില്ലയോ, ചാർജ് ചെയ്ത് വെക്കുക എന്ന് പറയത്തില്ലേ, ബാറ്ററി ചാർജ് നമ്മൾ പവർ ബാങ്കുകൾ സൂക്ഷിക്കുന്ന പോലെ ഈ പവർഫുൾ ആയിരിക്കുക. ആ സമയത്ത് നമ്മൾ കുറേ നല്ല രീതിയിലുള്ള മോട്ടിവേഷണൽ ബുക്സ്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുന്നത്, മെഡിറ്റേഷൻസ്, ഫിറ്റ്നസ്, നമ്മുടെ ഡയറ്റ്, ഇതെല്ലാം നല്ല രീതിയിൽ, പ്രത്യേകിച്ച് മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, ചെറിയ ചെറിയ ആൻസൈറ്റി വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യാനായിട്ടുള്ളൊരു ഗൈഡൻസ്, ഇതൊക്കെ എടുത്ത് നമ്മളങ്ങോട്ട് വെല്ലായിട്ടിരിക്കുവാണെങ്കിൽ ഈ പവർ നമുക്ക് അന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കൊക്കെ പീരിയഡ്സിന് സമയത്ത് ഭയങ്കര വിശപ്പ്, ഐസ്ക്രീം, ഭയങ്കര സീന എന്റെ വീട്ടിൽ ചെയ്യുന്നത്. എനിക്ക് കൊക്കപ്പുഴ പീരിയഡ്സ് തന്നെയാണല്ലോ അല്ലേ, അങ്ങനെയൊക്കെ ക്രേവിങ്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുന്ന വികാരങ്ങളുടെയൊക്കെ ഒരു എങ്ങനെയെങ്കിലും അതിനെ പുറത്ത് കളയാനായിട്ടുള്ള ഒരു അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കോപ്പിംഗ് മെക്കാനിസം കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ അത് എപ്പോഴും കോപ്പിംഗ് മെക്കാനിസം നമ്മൾ കണ്ടുപിടിക്കുമ്പം അത് പോസിറ്റീവ് ആയാലാണ് നല്ലത്. നമ്മളിപ്പം കുട്ടികളെ കുറിച്ച് സംസാരിച്ചു, കുട്ടിക്കാലത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ ഇന്നും പല അമ്മമ്മ അല്ലെങ്കിൽ പല പാരൻസ്, ഇപ്പോൾ റിലേറ്റീവ്സ് ആരും ആയിക്കോട്ടെ, കുട്ടികളോട് പറയും മാർക്ക് കുറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടീനേക്കാളും അപ്പുറത്തെ കുട്ടി പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, നീ എന്താ ഒന്നിലും ചേരാത്തേ, നിനക്ക് എന്തോ ഒരു കഴിവില്ല, അങ്ങനെ കമ്പാരിസൺസ് ഉണ്ടല്ലോ. അത് നമ്മൾ ചിലപ്പോൾ തമാശക്ക് പറയായിരിക്കും ആ കുട്ടി നിന്നെക്കാൾ അടിപൊളിയാന്നൊക്കെ, പക്ഷെ അത് ആ കുട്ടിയുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്ന പാരന്റ്സ് ഇന്നും ഉണ്ട്. അപ്പൊ അവർ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ? കമ്പാരിസൺ ഇസ് ദ മോസ്റ്റ് വേർസ്റ്റ് തിങ്. ഞാൻ അതേ പറയൂ. കാരണം ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അതിന് ഒരു അമ്മ പെറ്റ മക്കളായാലും സിബ്ലിംഗ് കമ്പാരിസൺ പോലും പാടില്ല. കാരണം ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും അവർക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ് കുറയുക. മാതാപിതാക്കളുടെ ഒരു തെറ്റിദ്ധാരണയെ പ്രഷർ ചെയ്ത് കമ്പാരിസൺ ചെയ്യുമ്പോൾ കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളത്. പക്ഷേ അന്നേരം എന്തെങ്കിലും ചെയ്താലും ഫ്യൂച്ചറിൽ അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ അത് ബാധിക്കും. സെൽഫ് എസ്റ്റീമിനെ, റെസ്പെക്റ്റ് ഇല്ലാത്തവർ, സ്വയം ബഹുമാനം ഇല്ലാത്തവരായിട്ട് മാറും. അതുകൊണ്ട് കമ്പാരിസൺ ഒരിക്കലും നല്ലതല്ല. അവരുടെ യുണീക്ക് ടാലൻസിനെ കണ്ടെത്തണം. ഇന്ന് പല പേരൻസിനും കുട്ടികൾ 16 ആയാലും 18 ആയാലും എന്ത് സബ്ജക്റ്റ് എടുക്കണമെന്ന് കുട്ടിക്കും അറിയില്ല, പേരൻസിനും അറിയില്ല. എന്താണ് കുട്ടിയുടെ യുണീക്ക് ടാലൻ്റ് എന്ന് ചോദിച്ചാൽ പേരൻസിനും ഉത്തരവില്ല, കുട്ടിക്ക് ഒട്ടുമേ അറിയത്തില്ല. അമ്മയും അച്ഛനും ഇത് പറയുന്നു, ഇതിന് പോകുന്നു. അതുകൊണ്ട് ആ കോഴ്സ് കഴിഞ്ഞിട്ട് ലക്ഷങ്ങളും കോടികളും മുടക്കി പഠിക്കുന്ന കോഴ്സ് പോലും കുട്ടികൾ ആ ജോലിയിൽ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ ഇത്. ഇപ്പം നമുക്ക് കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു 1 ഇയർ പ്രോഗ്രാം ഉണ്ട്, ഗ്ലോബൽ ആൽഫ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ യുണീക്ക് ടാലൻറ്റ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അമ്മയ്ക്കും അച്ഛനും കുട്ടിയെ എങ്ങനെ ഇമോഷണലി സപ്പോർട്ട് ചെയ്ത് കമ്പാരിസൺ ഇല്ലാതെ ആ യുണീക്ക് ടാലൻറ്റിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അത്തരത്തിലുള്ള ടെസ്റ്റസ് എടുത്ത് പേരൻസിനും കുട്ടിക്കും സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. എൻ്റെ കുഞ്ഞ് സ്വിമ്മിങ്ങിലാണ് എക്സ്പെർട്ട്, അല്ലെ എൻ്റെ കുഞ്ഞ് പാടാനാണ് മിടുക്കുക, അപ്പോൾ അപ്പുറത്തെ കുഞ്ഞ് ഡ്രോയിങ്ങിലാണെങ്കിൽ അത് ആ കുട്ടിയുടെ കഴിവാണ്. മനസ്സിലായോ? അപ്പോൾ കമ്പാരിസൺ ഒരിക്കലും നല്ലൊരു കാര്യമല്ല. നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ നമ്മൾ സ്വയം വേദനിപ്പിക്കും. എനിക്കുണ്ട് ആ സ്വഭാവം. ഞാൻ ചെയ്യുന്നത് നമ്മുടെ ദേഹം വരിക, അങ്ങനെ സാധനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം അത് ചെയ്യുമ്പോൾ ഒരു റിലാക്സേഷനാണ്.
കാരണം ആ ആൾ ഉപദ്രവിക്കുന്നില്ല, ഒന്നുമില്ല, പക്ഷെ എൻ്റെ ഫ്രസ്ട്രേഷൻ തീർന്ന ഒരു സുഖം. പക്ഷെ ഇത് കോമഡി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ ആ സീരിയസ്നെസ്സിൽ പോകുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ഈ സെൽഫ് ഹാമിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി എന്താണ്? തന്നെ അങ്ങനെ ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ട്രെസ് മാനേജ് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളതാണ്. എനിക്ക് തീരെ അറിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ എനിക്കൊരു ക്ലയന്റിനെ കിട്ടി. ടെൻഷൻ വന്നാൽ പിന്നെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് തന്നെയാണ് റീസൺ. കാരണം സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് അറിയില്ല, സ്ട്രെസ് മാനേജ്മെന്റ് ഇല്ല. ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്ക് വരുന്ന എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ഉള്ളിൽ സപ്രസ് ചെയ്ത് വെക്കും. ഇപ്പം പിന്നെ ഗൾഫിൽ നിന്ന് ലീവിന് വന്നപ്പം നമ്മുടെ അടുത്തൊരു 14-കാരിയെ കൊണ്ടുവന്നു. അപ്പം എന്നോട് ഇങ്ങനെ സെഷൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ സ്ലീവ് ഡ്രസ്സായിട്ടിരുന്നേ, ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട് കാണിച്ചു. മുകളിൽ തൊട്ട് താഴെ വരെ ഫിഷ് ഫ്രൈക്ക് വരഞ്ഞ് വെക്കുമല്ലോ, ഫിഷിനെ വരഞ്ഞു വെക്കുമല്ലോ, അതുപോലെ വരഞ്ഞിട്ടേക്കാണ്. ഈ പേരൻസ് ഇത് അറിയുന്നില്ല. ഒറ്റ കുട്ടിയാണ്, അവരെല്ലാം കൊടുക്കുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പഠിത്തത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നു, അതുകൊണ്ട് നാട്ടിൽ വന്നപ്പം സെഷൻസ് ഒന്നും എടുത്തിട്ട് പോവാമെന്നുള്ളൊരു രീതിയിലാണ് വന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാകുന്നത് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല. ഉള്ളിലിങ്ങനെ ഇമോഷൻസ് വല്ലാതെ തിങ്ങി നിറഞ്ഞു നിൽക്കുമോ, നെഗറ്റീവ് ഇമോഷൻസ്, വേദനകൾ. അപ്പോൾ ഉള്ളിലെ വേദനയെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പുറമേ അതിലും കൂടുതലായിട്ടൊന്ന്, അല്ലെങ്കിൽ അത് ഒരു പെയിൻ കൊടുക്കുമ്പം ഒരു റിലീഫ്, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പററി റിലീഫാണ്. ഇത് ഈ സെൽഫ് ഹാമിങ് ഇങ്ങനെ ചെറിയ ഹാമിങ്ങിൽ മാത്രം നിൽക്കില്ല, അത് വലിയ വലിയ ഹാമിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഗ്രാജുവലി സൂയിസൈഡൽ തോട്ട്സ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ കുറേ പുതിയ വേർഡ്സ്, OCD, ഇൻട്രോവേർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. അതിൽ ഒന്നാണ് OCD. നമ്മുടെ ഫഹദ് ഫാസിൽ ഒരു ഫിലിമിൽ അത് കറക്റ്റ് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണ് OCD. ചില ആൾക്കാർ ഒരു ഫാഷനായിട്ട് പറയും, എനിക്ക് ഭയങ്കര OCD ആണ്, എപ്പോഴും ഞാൻ സാനിറ്റൈസർ കൊണ്ട് നടക്കും. പല ആൾക്കാരുടെ വാട്സ് ഇൻ മൈ ബാഗിൽ ഞാൻ കണ്ടിട്ടുണ്ടോ. ശരിക്കും എന്താണ് ഈ OCD? ബാഗ് തുറപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലേ? ഉണ്ട്. ശരിക്കും എന്താ OCD? അത് അത്രയും ഡേഞ്ചർ ആണോ, അല്ലെങ്കിൽ ഡേഞ്ചർ ആണോ എന്ന് ചോദിച്ചാൽ ഡേഞ്ചറാണ്. OCD എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കൈ കഴുകുന്നു അല്ലെങ്കിൽ കുളിക്കാൻ ഒരുപാട് നേരം എടുക്കുന്നു, അതല്ല. OCD എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു തോട്ട് റെക്കറൻ്റ് ആയിട്ട് നമുക്ക് വരിക, സെയിം തോട്ട് റെക്കറൻ്റ് ആയിട്ട് വരിക. അതിപ്പം മിക്കവാറും ഉള്ളവർക്ക് ക്ലെൻലിനെസ്സിനെ സംബന്ധിച്ചിട്ടാകാം, ചിലർക്ക് പിന്നെ ചില റിച്വൽസ് ആകാം. ഇപ്പം ലക്ഷ്മി നക്ഷത്ര അടുത്തിടെ ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആൾ പറഞ്ഞതൊക്കെ ചെറുപ്പത്തിൽ ഈ പേപ്പറിലൊക്കെ ചവിട്ടിയാൽ ഈശ്വരൻ ഇനി എന്നെ ശപിക്കുമോ എന്നുള്ള ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടേ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതുപോലെ ചിലർക്ക് സെക്ഷൽ തോട്ട്സ് ആയിരിക്കും. സെക്ഷൽ മീൻസ് ഞാൻ അവരെ അങ്ങനെ നോക്കുന്നുണ്ടോ, അല്ലെ അവരെന്നെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള തോട്ട്സ്. എന്തായാലും ഈ തോട്ട് സെയിം തോട്ട് റെക്കറൻ്റ് ആയിട്ട് വരികയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമുക്കായാലും ഒരു തോട്ടിങ്ങനെ റെക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരുന്നാൽ സമാധാനം കിട്ടത്തില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് സമാധാനം കിട്ടാൻ വേണ്ടി ഇവരിതിന് എന്തെങ്കിലും ഒരു കമ്പൽഷൻ കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞാൽ ഒരു റിച്വൽ അങ്ങ് ചെയ്യുമ്പോഴത്തേനെ അതങ്ങ് നിന്നു എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കും. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കൈ നിരന്തരമായിട്ട് അഴുക്കാണ്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തോ, ഡോറ് ഞാൻ അടച്ചോ എന്നുള്ള സംശയം വരിക. അപ്പോൾ സംശയം വരാതിരിക്കാൻ, അല്ലെങ്കിൽ തോട്ട്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സ്ത്രീ എന്നോട് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക രീതിയുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ. ഇങ്ങനെ ഈ വശത്തൂടെ വന്ന് ഇങ്ങോട്ട് നോബ് വെച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആ തോട്ട് വരാതിരിക്കൂ. അല്ലെങ്കിൽ ആ കട്ടിലിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇന്ന പൊസിഷനിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസം നല്ലതായിരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റ് അറിയാതെ ഇടതുകാല് വെച്ചാൽ വീണ്ടും കിടക്കുന്നു, കിടന്നിട്ട് എഴുന്നേക്കുന്ന പോലെ വീണ്ടും വലതുകാല് വെക്കുന്നു. ഇങ്ങനെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടെങ്കിലും ഇത് നമ്മൾ പരിഗണിക്കാതിരുന്നാൽ ഈ തോട്ട് നമ്മളുടെ ഡെയിലി റുട്ടീൻസിനെയും നമ്മുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സ്. ആത്മ ഇപ്പോൾ അതിനകത്ത് 1-2 ഷോർട്ട് പിന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കണ്ടാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ബെൽറ്റ് ഇടാൻ 2 മണിക്കൂർ എടുക്കുന്നു, ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും പോയിസൺ ചേർത്തിട്ടുണ്ടോ, ഇങ്ങനത്തുള്ള റെക്കറൻ്റ് ആയിട്ട് തോട്ട്സ് വരികയും അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് OCD. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കമ്പൽസീവ് ആക്ട് ചെയ്യുന്നു, അത്തരത്തിലുള്ള അതിനെയാണ് OCD എന്ന് പറയുന്നത്. ഇതിന്ന് കുട്ടികളിൽ പോലും വളരെ കൂടുതലാണ്. നമ്മൾ പിന്നെ ആത്മയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് രീതികളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളുടെ വാസന അനുസരിച്ച് അവിടെ ട്രീറ്റ് ചെയ്യുന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ എന്തൊക്കെയാണ് ആത്മയുടെ ഒരു ട്രീറ്റ്മെന്റ് രീതികൾ? ആത്മ ഒന്നാമത് പ്യുവർലി സയന്റിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതി തന്നെയാണ്. നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ച്. അപ്പോൾ
അതിനകത്ത് സൈക്കാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ്, സ്പീച്ച് തെറപ്പിസ്റ്റ്, യോഗ മാസ്റ്റേഴ്സ്, ഫിറ്റ്നസ്, നേരത്തെ പറഞ്ഞ പോലെ ഫിസിയോ, എന്തൊക്കെ ഒരാളുടെ ഫിസിക്കൽ മെൻ്റൽ വെൽനെസ്സിനായിട്ട് അവർക്ക് കൊടുക്കണോ, കാരണം നമ്മുടെ ബോഡിയും മൈൻഡും ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം സയൻറ്റിഫിക്കായിട്ട് കൊടുക്കുന്ന അപ്രോച്ചാണ് ആത്മയിലുള്ളത്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള നൈസർഗീയമായിട്ടുള്ള ടാലൻസിനെ പുറത്തു കൊണ്ടുവന്ന് അവനെ ഓക്കെ ആക്കത്തക്ക രീതിയിലുള്ള ആർട്ട് തെറാപ്പി, ഡാൻസ് തെറാപ്പി, ഡ്രാമ തെറാപ്പി, അങ്ങനത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക്കൽ അപ്രോച്ചുകൾ ഉപയോഗിച്ചും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇതിനോട് ചേർന്ന് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൊഫഷണൽസിനോട് ചേർന്ന് അവരും വർക്ക് ചെയ്യുന്നു. അതാണ് ആത്മയുടെ ഒരു പ്രത്യേകത. ഇപ്പം ഒരു പിന്നെ പല സെൻറ്ററുകൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലറിൻ്റെയോ കെയർ കൊടുക്കുമ്പോൾ നമ്മളൊരു ടീമിൻ്റെ കെയറാണ്. അത് സൈക്കാട്രിസ്റ്റുകൾ മുതൽ കൗൺസിലേഴ്സ് വരെയുള്ള ഒരു ടീമിൻ്റെ കെയറാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 80 to 100% റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ എല്ലാ ആൾക്കാരുടെയും എന്താ വെച്ചാൽ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു മൂവിയാണ് മണിച്ചിത്രത്താഴ്. ആദ്യമൊക്കെ വിചാരിച്ചത്, ഞാൻ ചെറുതിലേക്ക് വിചാരിച്ചത് അത് പ്രേതത്തിൻ്റെ സിനിമയാണ്. അങ്ങനെ വിചാരിച്ച് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു സൈക്കോളജിക്കൽ മൂവിയാണ്. അതിൽ നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഗംഗ അതായത് ന്യൂറോസിസിലൂടെ സൈക്കോസിസിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന്. അതായത് ഒരാളോട് നാഗവല്ലിനോട് സിമ്പതി തോന്നി അവസാനം അത് എമ്പതിയായി മാറി ഗംഗയ്ക്ക് എന്നെ പണി കിട്ടിയ ഒരു സിറ്റുവേഷനാണ്. ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും? ഡോക്ടർക്ക് അങ്ങനെ എന്തെങ്കിലും? ഇത് മണിച്ചിത്രത്താഴ് മലയാളിയെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു സൈക്കോളജിക്കൽ മൂവിയാണ്. ആദ്യമായിട്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മലയാളി മനസ്സിലാക്കിയ ഒരു തലമാണ്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഇപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ അമ്മയോട് ചോദിച്ചു, പ്രഗ്നൻസി കാലഘട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അത് നമ്മൾ ചോദിക്കുന്നത് കുട്ടികളുടെ പ്രശ്നം കൊണ്ട് വരുമ്പോൾ ചോദിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞത്, ഞാൻ മണിച്ചിത്രത്താഴ് മൂവി കണ്ടായിരുന്നു, അതല്ലാതെ എനിക്ക് വേറൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മൂവിയെക്കുറിച്ചുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസ് എന്നൊക്കെ പറഞ്ഞാൽ, ന്യൂറോസിസ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു തുടക്ക കാലഘട്ടത്തിലുള്ള ഇപ്പോൾ ആൻസൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന ആ കാറ്റഗറിയിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യുകയും വേണ്ട വിധത്തിൽ കെയർ ചെയ്യുകയും ചെയ്യാതെ ക്രോണിക് ആവുന്ന അവസ്ഥയാണ് സൈക്കോസിസ്. അവിടെ ഗംഗയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആൾക്ക് പിന്നെ സിമ്പതി എമ്പതി ഒന്നും അല്ല പ്രശ്നം. എല്ലാ മനുഷ്യർക്കും സിമ്പതി എമ്പതി ഒക്കെ ഉണ്ട്, നമുക്കും ഉണ്ട്. പക്ഷേ ഗംഗയുടെ ചെറുപ്പകാലം നമ്മൾ അതിനകത്ത് കാണുമ്പോൾ നമുക്കറിയാം, പേരൻസിൻ്റെ കെയർ കിട്ടാതെ അമ്മൂമ്മയുടെ കൂടെ മാത്രം. അപ്പോൾ ഒരു ഇമോഷണൽ ഇഷ്യൂ ഗംഗയ്ക്ക് ചെറുപ്പകാലം തൊട്ടേ ഉണ്ടായിരുന്നു. പഠിക്കാൻ മിടുക്കിയാണെങ്കിലും എക്സാം എഴുതുന്നില്ല. അപ്പോൾ അതൊക്കെ, പക്ഷെ ആ പാർട്ടൊന്നും നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കത്തില്ല കഥയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ വളർന്നു വന്ന ഒരു കുട്ടിക്ക് ചെറിയ ഇമോഷണൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരെന്തൊക്കെയോ ചെയ്ത് അതിനെ ഒതുക്കി നിർത്തിയിരുന്നു. വീണ്ടും ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പം ഗംഗയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഗംഗയ്ക്ക് സെൽഫ് ലവ് കുറവായിരുന്നു, സ്വയമുള്ള സ്നേഹം കുറവായിരുന്നു. അതുകൊണ്ട് സെൽഫ് ഐഡൻറ്റിറ്റിയോട് വലിയ ഇഷ്ടമില്ല. ഈ നിറക്കൂട്ടുകളുള്ള കഥകളിലുള്ള ഈ ക്യാരക്ടേഴ്സിനോടാണ് കൂടുതൽ ഇഷ്ടവും പ്രേമവും ഒക്കെ. അപ്പോൾ അതിലൊരാൾക്ക് ദാരുണമായിട്ടുള്ളൊരു അന്ത്യം വന്നെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ഐഡൻറ്റിറ്റി പോലും മറന്ന് ആ ആളായിട്ട് താതാത്മ്യപ്പെടുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്റ്റിഗ്മാസ് ഉണ്ട്. ഇപ്പം ഐ ലൂസ് മൈ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എന്താ, അത് കുഴപ്പമില്ല, നിനക്ക് മാത്രമല്ല എനിക്കും ഇതൊക്കെ ഉണ്ട്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇത് വലിയ സംഭവമൊന്നും അല്ല, ഉറങ്ങി എണീറ്റാ തീരും, അല്ലെങ്കിൽ നീ ഒന്ന് ട്രാവൽ ചെയ്തിട്ട് ഒന്ന് മൂന്നാർ പോയി ചായ കുടിച്ചിട്ട് വരും, നിന്റെ എല്ലാ സുഖം മാറും, അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് നമ്മളിപ്പോൾ നീ ഒരു ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ നീ ഒരു കൗൺസിലിംഗ് എടുക്കുക, നീ ബെറ്റർ ആവും എന്ന് നമ്മൾക്ക് എന്ന് കേൾക്കാൻ സാധിക്കും. കാരണം ഇപ്പോഴും സമൂഹം ആ ഒരു കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എത്ര വർഷം എടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ അവയർനെസ്, നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി, അതാണ് തുടക്കം. മനസ്സിലായോ? പക്ഷെ എന്നാൽ പോലും മെജോറിറ്റിയും ഇപ്പോഴും മെൻ്റൽ ഹെൽത്തിനെ സയൻറ്റിഫിക്കായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടുന്ന ഒരു ഏരിയ ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവിടെയാണ് നമ്മളുടെ സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു കാര്യം കിടക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ഇനീഷ്യേറ്റീവ് ഇതിനകത്ത് എടുക്കുന്നുണ്ട്. അത് ഇപ്പം ഷോർട്ട് ഫിലിംസിലൂടെ ആയാലും വീക്ക്ലി ഉള്ള വീഡിയോസിലൂടെ ആയാലും ഇതുപോലുള്ള ഡിസ്കഷൻസിലൂടെ ആയാലും ഒക്കെ നമ്മൾ മാക്സിമം അവയർനെസ് സൊസൈറ്റിക്ക് കൊടുക്കാനായി ഞങ്ങൾ മാത്രമല്ല പല പ്ലാറ്റ്ഫോംസും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ മെജോറിറ്റി പോപ്പുലേഷൻ ഇപ്പോഴും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കുട്ടികൾ സ്വന്തം കുഞ്ഞുങ്ങൾ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് ഡിപ്രഷനാണെന്ന് പറയുമ്പോൾ വേണ്ട, അതും ആരോടും പറയരുതെന്ന് പറഞ്ഞു വെച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട കേസുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ
ഒരുപാട് ഡിസ്കസ് ചെയ്തു മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസും എങ്ങനെ അതിന് പല ഇഷ്യൂസും എങ്ങനെ ഓവർകം ചെയ്യാമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നത് ആത്മയിലെ മൈ മൈൻഡ് ആൻഡ് മൈ കെയർ അല്ലെ ഡോക്ടർ സിജി ആയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് സൈക്കോളജി. പക്ഷെ എനിക്ക് എന്തുകൊണ്ടും അത് പഠിക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആൾക്കാരുടെ മനസ്സും ആ തോട്ട്സ് ഒക്കെ പഠിക്കണം എന്ന്. അപ്പോൾ ഡോക്ടറോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നമ്മുടെ സൊസൈറ്റിയിലെ സ്റ്റിഗ്മ ഒക്കെ മാറ്റാൻ കഴിയട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.